നമുക്കറിയാം ഒത്തിരി മനസ്സിന് സന്തോഷമാണ്. കാരണം നമ്മൾ മോൺട്രിയോളിലെ ഡൗൺ ടൗണിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല ഡെക്കറേഷൻസ്, മനോഹരമായ ലൈറ്റിങ്സ്, നിങ്ങളുടെ വീടുകളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം നക്ഷത്രങ്ങൾ, പ്രകാശം, ഇരുട്ടിന് ഒരു സ്ഥലമില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും പ്രകാശമാണ്. നമ്മളുടെ ചെറുപ്പത്തിലെ ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ നാട്ടിലൊക്കെ കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ 3-4 ആഴ്ചകൾക്ക് മുമ്പ്, ക്രിസ്മസിന് മുമ്പ് പുൽക്കൂട് ഉണ്ടാക്കുവാനായിട്ട് ഉണ്ണീശോ പുല്ല് പറിക്കാനൊക്കെ പോകുന്നു. കാടുകൾ കയറി പറമ്പുകളിൽ കൂടെയൊക്കെ ഇറങ്ങി നടന്ന് ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം അയൽവക്കത്തുള്ള എല്ലാവരും ഒന്നിച്ചു കൊടുത്തു. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. ഒരു വീട്ടിലുള്ളവർ മാത്രമല്ല, ഒരു വീട്ടിലെ കുഞ്ഞുങ്ങളോ മാതാപിതാക്കളോ മാത്രമല്ല, എല്ലാവരും ഒന്നിച്ചു കൂടുകയാണ്. അയൽവാസികളെല്ലാവരും ഒന്നിച്ചു കൂടി സന്തോഷം പങ്കുവയ്ക്കുന്നു. ആ ഒരു സന്തോഷം പങ്കുവയ്ക്കലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മറുനാട്ടിലൊക്കെ വന്ന് ഇവിടെ മോൺട്രിയോളിലൊക്കെ ഇങ്ങനെ ക്രിസ്മസിനായിട്ട് ഒന്നിച്ചു കൂടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷം പങ്കുവച്ച് മറ്റുള്ളവരെ ആ സ്നേഹവും അറിയിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത് തീർത്ഥാടകരായിട്ടാണ് ലോകത്തിൽ. നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നെങ്കിൽ അത് വെറും യാത്രക്കാരായിട്ടല്ല, തീർത്ഥാടകരായിട്ടാണ് വന്നിരിക്കുന്നത്. തീർത്ഥാടകർ എപ്പോഴും ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങളൊരു തീർത്ഥയാത്ര പോവുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾ ദൈവത്തെ തേടിയായിരിക്കും ഈ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ജെറുസലേമിൽ പോയി. ഇന്നലെ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛന് ജെറുസലേമിൽ പോയി, ഉണ്ണി പറഞ്ഞ സ്ഥലമൊക്കെ കണ്ടു, ബെത്ലഹേമിൽ പോയി എന്നൊക്കെ പറഞ്ഞു. ഒരു തീർത്ഥാടന യാത്രയായിട്ടാണ് പോയത്. അല്ലെങ്കിൽ ലൂർദിൽ പോയി, അല്ലെങ്കിൽ റോമിൽ പോയി, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര തീർത്ഥാടനം നടത്താറുണ്ട്. ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മൾ ദൈവത്തെ തേടി പോവുകയാണ്. അപ്പോഴാണ് ക്രിസ്മസിന്റെ സമയം നമ്മൾ അറിയുന്നത് ദൈവം നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്ന ഒരു സമയമാണ്. നമ്മൾ ഉണ്ണീശോ നമ്മളെ തേടി ഇങ്ങോട്ട് വരികയാണ്. പ്രവാചകന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസിന്റെ സമയം. ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിക്കുന്നു, നമ്മളെയൊക്കെ തേടി. നമ്മളുടെയൊക്കെ മനസ്സിൽ സ്നേഹം ഉണ്ടാകുവാൻ വേണ്ടി, സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കാൻ വേണ്ടി, ആ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ തേടി വരുന്നു. എവിടെയൊക്കെ കൂട്ടായ്മ ഇല്ലെങ്കിൽ, എവിടെയൊക്കെ കൂട്ടായ്മ ഇല്ലയോ ആ സ്ഥലത്തെല്ലാം കൂട്ടായ്മ ഉണ്ടാക്കുവാനും, wherever there is brokenness and wherever there is hatred, God has come to give love, solidarity. So this is a time of celebration. It's a family time. It's not only Jesus alone, but we can see Joseph, Mary, the shepherds, and all the other people, the villagers gathered there when the little baby is born. So it's an expression of joy. The little baby is born. It's an expression of joy to see that baby. The baby is God's own son, the one who has come in search of us, to give us life in fullness. So what I want to tell you today is that our life, your life, is a gift. If you are here today for this Christmas program, for this year-end program, God has chosen you to be here. You are precious. Your life is precious. Otherwise, you would not have been here. If you are not chosen to be here, you would have been somewhere else. Though you might say that, yes, I have taken the ticket, I have come. No. Yesterday somebody wanted to come for a Christmas program in some place, but she just died a couple of hours back. I just got a call. Our life is a gift. It's God's gift. So if you are alive, be thankful to God, joyful to God, and live our life joyfully, sharing that love that God gives us every day. May God bless you. എല്ലാവരെയും ദൈവം പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ എല്ലാവരുടെയും ഹൃദയത്തിൽ പിറന്ന്, എല്ലാവരുടെയും കുടുംബത്തിൽ പിറന്ന് ഒത്തിരി അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.
God bless you all. Thank you.